വെൽക്കം. റഹ്മാനാണ്. ഈ വീഡിയോ ആന്റി റിട്രോ വൈറൽ മരുന്നുകളെ കുറിച്ചിട്ടാണ്. HIV-ക്കെതിരെ, എയ്ഡ്സിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ്. വൈറസ് അതിന്റെ DNA ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് കരുതുകയാണെങ്കിൽ ഇനി ഈ വൈറസിന്റെ DNA എന്ത് ചെയ്യണം? നമ്മുടെ സെല്ലിനകത്തുള്ള DNA കൂടി ചേർക്കണം. നമ്മുടെ DNA ആണെങ്കിൽ ഇവിടെ ഫ്യൂസ് ചെയ്ത് ഒട്ടിച്ചേർക്കണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ട എൻസൈമാണ് ഇന്റഗ്രേസ്. ഇന്റഗ്രേസ് എന്ന് പറയുന്ന എൻസൈമായിട്ടാണ് വൈറസ് ഇവിടെ എത്തുക, കൂട്ടിച്ചേർക്കുക. സോ ഇന്റഗ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് ഇനിയുള്ള മരുന്ന്. അല്ലെങ്കിൽ വൈറസിന്റെ സ്ട്രാൻഡ്, DNA സ്ട്രാൻഡ് എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കുന്നതിനെ സ്ട്രാൻഡ് ട്രാൻസ്ഫർ എന്നും പറയും. സോ ട്രാൻസ്ഫർ ഇൻഹിബിറ്റേഴ്സ് ഗ്രൂപ്പ് ഓർ ഇന്റഗ്രേസ് ആണ് ഫേമസ്. ഇന്റഗ്രേസ് ഇൻഹിബിറ്റർ മരുന്നുകളാണ് അടുത്ത ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ. HIV-1 HIV-2 ഫലമുണ്ട്. മരുന്നുകളുടെ പേര് ഓർക്കാനായിട്ട് എല്ലാത്തിന്റെയും കൂടെ ഗ്രാവിർ എന്ന് ഓർത്താൽ മതി. ഗ്രാവിർസ് ആണ്. 2 ഗ്രാവിറെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. റാൽറ്റി ഗ്രാവിർ ആണ് ഒരെണ്ണം. എൽവിറ്റേ ഗ്രാവിർ ആണ് അടുത്തത്. ഇനി ഓർക്കണമെങ്കിൽ ഡോലൂട്ടി ഗ്രാവിർ ഓർക്കാം. പുതിയ മരുന്നുകൾ കാബോട്ടി, ഇപ്പൊ നമ്മൾ പറഞ്ഞു കാബോട്ടി ഗ്രാവിർ പറഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ബിറ്റാ ഗ്രാവിർ ആണ്. ആൻഡ് ഇവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റാഷസ് ആണ്, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ആൻഡ് ഈ മരുന്നുകളെല്ലാം തന്നെ ദീസ് ക്യാൻ അണ്ടർഗോ CYP3A4 വഴി നശിക്കുന്ന മരുന്നാണ്. എസ്പെഷ്യലി നമുക്ക് തൽക്കാലം എൽവിറ്റാ ഗ്രാവിറിനെ പറ്റി പറയാം. സോ എൽവിറ്റാ ഗ്രാവിർ അങ്ങനെ നശിച്ചു പോകുന്നു. ഇപ്പോൾ മെറ്റബോളിസം വഴി നശിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മെറ്റബോളിസം ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എമൗണ്ട് ശരീരത്തിൽ വർദ്ധിപ്പിക്കാം. സോ അതിനു വേണ്ടി ചേർക്കുന്ന ഒരു മരുന്നുണ്ട്. ആ മരുന്നിന്റെ പേര് കോബിസിസ്റ്റാറ്റ് എന്നാണ്. കോബിസിസ്റ്റാറ്റ് ഈസ് നോട്ട് ആൻ ആന്റി HIV മരുന്നല്ല. എൽവിറ്റിഗ്രാവിർ പോലെയുള്ള മരുന്നുകളുടെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ CYP3A4 ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നാണ്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുക ഡീഗ്രഡേഷൻ ഇൻഹിബിറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ മരുന്നിന്റെ എഫിഷ്യൻസി വർദ്ധിക്കും. മറ്റു ചില മരുന്നുകൾ ഇനി പറയാൻ പോകുന്ന ഡാരുനാവിർ, അറ്റാസനാവിർ അവയൊക്കെ ചേർക്കുന്ന ഒരു ബയോ എൻഹാൻസർ ആണ് ഈ മരുന്ന്, അല്ലെങ്കിൽ ബൂസ്റ്റർ മരുന്നാണ് ഇതൊക്കെ. സോ കോബിസിസ്റ്റാറ്റ് കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ഇതിനൊപ്പം മാത്രമല്ല പ്രോട്ടീസ് ഇൻഹിബിറ്ററിന്റെയും കൂടെ അത് ചേർക്കാറുണ്ട്. ദെൻ റാൽറ്റിഗ്രാവിർ ഞാൻ പറഞ്ഞു. റാൽറ്റിഗ്രാവിറിനെ കുറിച്ച് ഓർത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന മരുന്ന്. അതിന്റെ ഒരു പ്രശ്നം റാബ്ഡോമയോലൈസിസ് ഉണ്ടാക്കാം, മയോപതി ഉണ്ടാക്കാം, യൂറിനിലെ മയോഗ്ലോബിൻ ഒക്കെ വരാം. Then also it can increase serum creatinine level വർദ്ധിപ്പിക്കാം. And this cabotegravir നമ്മൾ പറഞ്ഞു, ബാക്കിയെല്ലാം ഓറലാണെങ്കിൽ കബോട്ടി ഈസ് ഗിവൺ ആസ് ഇഞ്ചക്ഷൻ ആണെന്ന് നമ്മൾ നേരത്തെ ജസ്റ്റ് മറ്റേ ഗ്രൂപ്പിൽ നമ്മൾ കണ്ടത്. 2 മാസത്തിലൊരിക്കൽ കൊടുത്താൽ മതി. ബിക്റ്റിഗ്രാവിർ ആണ്. ആയിരിക്കും മിക്കവാറും എല്ലാം ഈലാണ് അവസാനിക്കുന്നത്. അതായിരിക്കും ലേറ്റസ്റ്റ് മരുന്ന്.